ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ സർക്കാർ. ജീവനക്കാർ മരിക്കുമ്പോൾ മക്കൾക്ക് 13 വയസ്സ് മാത്രമുണ്ടെങ്കിൽ മാത്രം ആശ്രിത നിയമനം. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ആശ്രിതർക്കും അർഹത. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആനുകൂല്യത്തിന് അർഹതയില്ല. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ അനുമതി. 818 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കാൻ മന്ത്രിസഭയിൽ തീരുമാനം. ഫണ്ട് വായ്പയായി നൽകുന്നതിൽ നേരത്തെ കേരളം എതിർപ്പ് അറിയിച്ചിരുന്നു. കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ടെന്ന് പുതിയ നിലപാട്. വായ്പയായി തന്നെ ഫണ്ട് സ്വീകരിക്കാനും തീരുമാനം. ചൂരൽമല ദുരിതബാധിതർക്ക് മൊറട്ടോറിയമല്ല, വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള പണം ഈ മാസം 31 മുൻപ് നൽകണമെന്നും ഹൈക്കോടതി. വടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് അന്വേഷണ സംഘം. 6 കോടി രൂപ BJP ഓഫീസിലെത്തി. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നും പോലീസ്. കേസിൽ ED നിഷ്പക്ഷമല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. കേസ് ശാസ്ത്രീയമായി ഇല്ലാതാക്കാൻ ED ഗവേഷണം നടത്തിയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. നിറത്തിന്റെ പേരിലുണ്ടായ അധിക്ഷേപം തുറന്നു പറഞ്ഞ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ശാരദയുടെ പ്രവർത്തനം കറുത്തത് എന്ന് അധിക്ഷേപം നേരിട്ടു. ഭർത്താവിന്റെ പ്രവർത്തനം വെളുത്തത് എന്നും പരാമർശം. വംശീകരിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ പ്രശ്നമാണെന്ന് ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രമുഖർ. സർവകലാശാല ബില്ലുകളിൽ നിയമ പോരാട്ടം തുടരുവാൻ സംസ്ഥാന സർക്കാർ. നിയമ ഭേദഗതി ബില്ലുകളിൽ വിചാരണ വേഗത്തിലാക്കണമെന്ന് ആവശ്യം. തമിഴ്നാടിന്റെ കേസ് വാദിക്കുന്ന ബെഞ്ചിൽ കേരളത്തിന്റെ ബില്ലുകൾ പരിഗണിക്കും. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. ബലാത്സംഗ കേസിലെ അലഹാബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവിന് സ്റ്റേ. സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതിയുടെ നടപടി. മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന ഉത്തരവിന് രൂക്ഷ വിമർശനം. പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നത് ജഡ്ജിയുടെ ഭാഗത്ത് തികഞ്ഞ അശ്രദ്ധയെന്നും കോടതി. ഗാസയിൽ ഹമാസിനെതിരെ വൻ പ്രതിഷേധം. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലസ്തീൻകാർ. പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബെയ്ത് ലഹിയ മേഖലയിൽ. യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് പിൻവാങ്ങണമെന്നും ആവശ്യം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. ഹൂലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും സ്കോറർമാർ. ജയം ഉറപ്പിച്ചത് ഉറുഗ്വ ബൊളീവിയ മത്സരം സമനിലയിൽ ആയതോടെ 13 കളികളിലായി അർജന്റീനയ്ക്ക് 28 പോയിന്റ്.